പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന 30 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും ഓഗ്മെന്റ് ചെയ്യേണ്ടി. അപ്പോൾ നമ്മൾ 30 years ലൈഫാണ് പറയുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ പോപ്പുലേഷൻ പ്രൊജക്റ്റഡ് ഫോർ ദ ഇയർ, ആ ബേസ് ഇയർ വെച്ചിട്ടുള്ള നെക്സ്റ്റ് 30 years, ആ 30 years പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോപ്പുലേഷൻ കിട്ടും. അതാണ് ഞാൻ 7500 സേന്ന് എഴുതിയത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ വാട്ടർ ഡിമാൻഡ് അറ്റ് 250 LPCD എന്ന് എഴുതി. വാട്ടർ ഡിമാൻഡ് നമുക്ക് വാട്ടർ ഡിമാൻഡ് അറിയാലോ, പെർ ക്യാപിറ്റ ഒരു നമ്മൾ ഓരോ ഏരിയക്ക് അനുസരിച്ചും നമുക്ക് മാറുന്നുണ്ട്. റൂറൽ ഏരിയയിൽ പെർ ക്യാപിറ്റ മാറും, അർബൻ ഏരിയയിൽ, സെമി അർബൻ ഏരിയ, ഇങ്ങനത്തെ ഏരിയക്ക് അനുസരിച്ചൊക്കെ നമ്മുടെ മെയിൻ ആയിട്ട് വാട്ടർ സപ്ലൈ നമ്മൾ CPHO മാനുവലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നമ്മളെ ബേസിക് ഡോക്യുമെന്റ്. നമ്മൾ മറ്റിതിനൊക്കെ IS കോഡുകൾ ഇതിന് വെച്ചരിച്ചിട്ട് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ നമ്മൾ CPHO മാനുവലാണ്, സെൻട്രൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ അതിന്റെ മാനുവൽ. അതിൽ നമ്മൾ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ ഒരു റഫായിട്ട് നമ്മൾ 250 LPCD, ഇപ്പൊ നമ്മള് നോർമൽ കേസിൽ ഇപ്പൊ നമ്മുടെ ഏരിയകളിലൊക്കെ പഞ്ചായത്തിലൊക്കെ 100 LPCD വെച്ചിട്ടാണ് ചെയ്യുന്നത്. 100. പിന്നെ അത് നമ്മളൊരു അർബൻ ഏരിയയിലേക്ക് പോകുമ്പോൾ പിന്നെ സീവറേജ് സ്കീമൊക്കെ ഉള്ളിടത്ത് 135 ഉണ്ട്. 135 കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ കോർപ്പറേഷൻ ഏരിയകളിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒക്കെ ഉള്ളിടത്ത് പെർ ക്യാപിറ്റ നമ്മൾ 235 എടുക്കും. അപ്പൊ നമ്മൾ ഏകദേശം 250 LPCD. അപ്പൊ 250 liters per day, ക്യാപിറ്റ പെർ ഡേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 7500 ആളുകൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താണ്. അത് 1,87,000 ഇത് വാട്ടർ ഈ നമ്മൾ 7500-നെ നമ്മൾ ഈ 250 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലിറ്റർ എന്ന് കിട്ടും. ലിറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഹവേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷന്, ഈ ഡിസ്ട്രിബ്യൂഷൻ ഹവേഴ്സ് എത്ര അവറിലാണ് നമ്മൾ ഒരു പെർ ഡേ. നമ്മൾ നോർമൽ കേസിലൊക്കെ വലിയ പ്രോജക്റ്റുകളൊക്കെ 24 hour ചെയ്യുന്നത്. ചെറിയ സ്കീമൊക്കെ നമ്മൾ 8 hour 12 hour. അപ്പൊ അത് വെച്ചാൽ ഒരു 6 hour പമ്പിങ്ങും ഒരു 6 hour ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, 6 hour ഷട്ട് ഡൗൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ ചെറിയ സ്കീമിന് നമ്മൾ ഹവേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒരു 12 hours എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. 3 പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, പീക്ക് ഫാക്ടർ നിങ്ങൾ വാട്ടർ സപ്ലൈയിൽ നിങ്ങൾക്കറിയാം. പീക്ക് ഡിമാൻഡ് നമ്മള് വാട്ടർ സപ്ലൈയിൽ നമ്മൾ സാധാരണ നമ്മളൊരു പിന്നെ വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഈ ഒരു 250 liters per capita per day എന്ന് പറഞ്ഞാലും ഈ 250 ലിറ്റർ നമ്മൾ 24 മണിക്കൂർ കൊണ്ടല്ല കളക്ട് ചെയ്യുന്നത്. ഒരു വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ഉള്ളിലായിരിക്കും ഈ പിന്നെ 250 hours. അപ്പൊ നമ്മൾ ആക്ച്വലി ഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ പീക്ക് ഡിമാൻഡിനെ, ആക്ച്വൽ ഡിമാൻഡിനെ നമ്മൾ പീക്ക് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വൽ ഡിമാൻഡിനേക്കാളും കൂടുതൽ. നമ്മളിപ്പോ നിങ്ങൾ 250 LPCD എന്ന് പറഞ്ഞാലും അത് 24 hour അല്ലെങ്കിൽ 12 hour വരുന്നത്. അതിന് നമ്മൾ ചിലപ്പോൾ നമുക്ക് 3 hour ആക്കിയിട്ട് മാറ്റേണ്ടി വരും. അത്രയും ഫ്ലോ ടേക്ക് ചെയ്തെങ്കിൽ നമുക്ക് പൈപ്പ് സൈസ് നമുക്ക് ഇതിനെ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓരോ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മൾ വളരെ മിനിമം പോപ്പുലേഷൻ വരുന്ന കേസിൽ നമ്മൾ ഒരു പീക്ക് ഫാക്ടർ ഒക്കെ 3 എടുക്കണം എന്നാണ് CPHO പറയുന്നത്. നമ്മളൊരു പിന്നെ 1,00,000 മേലൊക്കെ പോപ്പുലേഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് 2 വരെ ആവാം. നമ്മൾ ഡിസൈൻ എക്കണോമിക്ക് വേണ്ടിയിട്ട് 2 ആവും. അപ്പൊ നമുക്ക് ഈ 250 LPCD-നെ നമ്മൾ 3 വെട്ടി 750 ആയി. 750 കപ്പാസിറ്റിക്കുള്ള പൈപ്പ് സൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. അതാണ് ഒന്ന് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് എന്ന് വെച്ചാൽ പീക്ക് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞു ഒരു കാര്യം എന്ന് വെച്ചാൽ, പീക്ക് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 750 liters ഇപ്പൊ 18,75,000 ലിറ്റർ ആണ് നമ്മൾ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ പീക്ക് ഫ്ലോ ഇതിന്റെ 3 times ആവും. ഈ 3 times ഡയ നമ്മൾ പൈപ്പ് സൈസ് അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ വെച്ചാൽ പീക്ക് ഫ്ലോ ഇൻ m³/s, അതായത് നമ്മൾ 24 hour ആണ് ചെയ്യുന്നു. ഇത് ഒരു പിന്നെ 18,70,000 ലിറ്റർ നമ്മൾ 24 hour-ന്, ഇത് 12 hour-നാണ് നമ്മൾ ചെയ്യുന്നത്. 12 hour-ന് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്ലോനെ നമ്മൾ m³/s ആ ഫ്ലോനെ നമ്മൾ m³/s കൺവെർട്ട് ചെയ്യാം. കൺവെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നെക്സ്റ്റ് അപ്പൊ നമുക്ക് എത്ര LPS എന്ന് കിട്ടും. നമ്മൾ ഇപ്പാനെറ്റില് നമ്മൾ ഒരു ഓപ്ഷനാണ് LPS ചെയ്യുന്നത്.
എങ്ങനെയാണ് ലിറ്റേഴ്സ് പെർ സെക്കൻഡ്, പിന്നെ നമ്മളെ ഗാലൺ പെർ മിനിറ്റ്, ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അപ്പൊ ഇതിന്റെ നമ്മൾ ഡിഫാൾട്ട്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിഫാൾട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിന്റെ ഇൻപുട്ട്. അപ്പൊ അത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മൾ പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ കാര്യം മനസ്സിലാവും. അപ്പൊ ഈ വരും. പിന്നെ ഞാൻ നെക്സ്റ്റ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, വെലോസിറ്റി ലിമിറ്റിംഗ് ടു 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു ഈ ഡിമാൻഡിൽ 43.4 എന്ന് പറഞ്ഞ ഒരു ലിറ്റേഴ്സ് പെർ സെക്കൻഡിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഒരിക്കലും പൈപ്പ് ലൈനിലെ വെലോസിറ്റി നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ വെലോസിറ്റി 1.2ന്റെ മേലെ കൂടാൻ പാടില്ല. അതായത് നമ്മൾ ഒരു അതായത് 1.2 അതായത് 1ന്റെ ബിലോ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ ക്രിട്ടിക്കൽ കേസിൽ. അതെന്താ വെച്ചാൽ നമ്മളെ ഫ്രിക്ഷൻ ഹെഡ് ലോസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ വെലോസിറ്റി ആണ്, v². അപ്പൊ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ HF കൂടി വരും. HF കൂടുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ HF കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HGL ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ നമുക്ക് താഴെ ഇറങ്ങും. അപ്പൊ നമുക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നമുക്ക് ഇതിന്റെ ഒരു പ്രൈമറി ഡയമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലെ ഡിമാൻഡ് 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏകദേശം ഈ ഇത്രയും ഫ്ലോ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 407.27 mm ഡയ പൈപ്പ് വേണം ഇനീഷ്യലി. അപ്പൊ അത് നമ്മൾ അപ്പൊ ആ പൈപ്പ് സൈസ് നമ്മൾ അപ്പൊ ഒരു അസംഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 400 ഒരു പൈപ്പ് ഡയ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അതിന്റെ താഴോട്ടേക്ക് ടെലസ്കോപ്പിക് ആയിട്ടാണ് നമുക്കിത് കുറഞ്ഞു വരുള്ളൂ. പിന്നെ വാട്ടർ സപ്ലൈയിൽ പറഞ്ഞാൽ നമുക്ക് പൈപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ഓരോ നോംസിനും ഓരോ ഏരിയയിലും നമുക്ക് മിനിമം ഡയ പൈപ്പ്, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഏത് സൈസ് ഉപയോഗിക്കാം. ഇപ്പൊ കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയിൽ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ 150 mm ഡയന്റെ താഴെയുള്ള പൈപ്പുകൾ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ചിലത് 150, പിന്നെ നമ്മള് ഈ പഞ്ചായത്ത് ഏരിയകളിൽ ചിലപ്പോൾ 90 mm മതി. പിന്നെ അത് നമുക്ക് ഡിപ്പെൻസ് ഒന്നും മതി. എല്ലാ സൈസ് പൈപ്പുകളും 50 mm കിട്ടുന്നുണ്ട്, 40 mm കിട്ടുന്നുണ്ട്, 30 mm. അപ്പൊ നമ്മള് മിനിമം നമ്മളൊരു 150 mm ഒക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയകളിലൊക്കെ ഈ 150 mm പറയാൻ കാരണം നമ്മൾ ഇതിനൊക്കെ ലേബർ ചാർജും എർത്ത് വർക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മളിപ്പോ ഒരു പൈപ്പ് ഇടുമ്പോൾ നമ്മൾ ലേബർ എർത്ത് വർക്ക് ചെയ്യുന്നത് എല്ലാത്തിനും സെയിം ആണ്. അപ്പൊ പിന്നെ പൈപ്പിന്റെ കോസ്റ്റിൽ മാത്രം നമുക്ക് ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇതിന്റെ പ്രോജക്ട് കോസ്റ്റിന് അത്ര വലിയ വേരിയേഷൻ വരില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടി സർവീസ് സുഖമാക്കാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ സൈസ് കൂട്ടും. ഈ പൈപ്പിന്റെ സൈസ് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൈപ്പിന്റെ ഫ്ലോന്റെ വെലോസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട്. ഇൻസൈഡ് ഫ്ലോയില് നമ്മളെ പൈപ്പിന്റെ ഇൻസൈഡിൽ കൂടി ഫ്ലോ ഉണ്ടല്ലോ, ഫ്ലോ വെലോസിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാം, നിങ്ങൾക്കറിയാം വാട്ടർ ഹാമറിങ് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഫ്ലോ വെലോസിറ്റി നമ്മൾ ബിലോ 1 മീറ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ 1 മീറ്ററിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഹാമർ വരും. വാട്ടർ ഹാമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രഷർ പിന്നെ 3 times ഒക്കെ ആയിരിക്കും. നമുക്ക് നോർമൽ കേസിൽ ഒരു 10 മീറ്റർ പ്രഷർ വരുന്നിടത്ത് ചിലപ്പോൾ 10 × 3.5 ഒക്കെ ആയിരിക്കും, 35 മീറ്റർ ഒക്കെയാണ് പ്രഷർ വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഈ നെക്സ്റ്റ് എന്തിനാണ് ഞാൻ 1 മീറ്റർ പെർ സെക്കൻഡിൽ വെലോസിറ്റി നിർത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ ആ സാഹചര്യത്തിനനുസരിച്ച് 1ന്റെ മേലെ അതൊക്കെ നമ്മുടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്യുന്ന ചിലത് ഹൈ ഹെഡ് എന്ന് വരുന്ന വാട്ടർ ഉണ്ടാവും. അതിന് നമ്മൾ അവിടെ അത്ര വലിയ ഡയമീറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ആ ഫ്ലോ താഴെ വരുമ്പോഴന്നെ പ്രഷർ കിട്ടും. അപ്പൊ നമ്മൾ 1.2 1.5 ഒക്കെ ആവും. പക്ഷെ നമ്മൾ ആ പൈപ്പ് അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോന്ന് മാത്രം നമുക്ക് അതിന്റെ എഞ്ചിനീയറിംഗ് കൂടി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വെലോസിറ്റി കഴിഞ്ഞു, ഡിമാൻഡ് നമുക്ക് കിട്ടി. ആ ടോട്ടൽ പിന്നെ 18,70,000 ലിറ്ററിനെ നമുക്ക് ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 43.40. അതാണ് നമ്മുടെ അതാണ് അതിന്റെ ടോട്ടൽ ഫ്ലോ പെർ സെക്കൻഡിൽ. നമുക്ക് ഇത്രയും 18,70,000 ലിറ്റർ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി അതിന് പിന്നെ ഡിമാൻഡിന് LPS തന്നെ ഇത് നമ്മൾ പീക്ക് ഡിമാൻഡ് അല്ല, ഇത് നമ്മൾ ആക്ച്വൽ ഡിമാൻഡാണ്. ഇതിന് പീക്ക് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാത്ത വാല്യൂ ആണ്.
43 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഇത് വരുന്നത്, എന്നിട്ട് നമ്മൾ ഈ 43 LPSനെ നമ്മൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ ഞാൻ പൈപ്പ് 1, പൈപ്പ് 2, പൈപ്പ് 3, പൈപ്പ് 4 എന്ന് പറഞ്ഞ കുറെ പൈപ്പുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 1500, അത് റഫായിട്ട് കൊടുത്തതാണ്. ടോട്ടൽ ലെങ്ത് ഓഫ് പൈപ്പ് 12 കിലോമീറ്റർ പൈപ്പ് ലൈന്, 13 കിലോമീറ്റർ. നമ്മള് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ നമ്മളിപ്പോ ഇതിൽ ഓരോ പൈപ്പിലും ഒരു പൈപ്പിന്റെ 1500 മീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ. ഈ 1.5 കിലോമീറ്ററിൽ നമ്മളെ ഡിമാൻഡ് എത്രയെന്നുള്ളത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ആക്ച്വലി നമ്മൾ ടോട്ടൽ ഡിമാൻഡ് വരുന്നത് 43.4 LPS ആണ്. അപ്പൊ നമ്മൾ ഈ 43 LPS നമ്മൾ ഓരോ ജംഗ്ഷനിലും ഓരോ പൈപ്പ്, ഇപ്പൊ നമ്മൾ വിചാരിച്ച പൈപ്പ് 1 1500 മീറ്റർ, ഈ 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മൾ ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എത്ര ബെനിഫിറ്റഡ് പോപ്പുലേഷൻ ഉണ്ടെന്ന് അറിയാം. നമ്മൾ ഫീൽഡ് വെരിഫിക്കേഷനിലാണ് ചിലപ്പോൾ ചില കോളനികൾ ഉണ്ടാവും ചില ഏരിയയിൽ, ചിലത് ഇപ്പൊ ഞാൻ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഈ പൈപ്പ് ലെങ്ത്തിന് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഈ 7500 ആളെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള രൂപത്തിലായിട്ടല്ല. അങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ ടോട്ടൽ പൈപ്പ് ലെങ്ത് പിന്നെ ടോട്ടൽ ഫ്ലോ 43.40 LPS. ഈ 43.40 12,950 മീറ്ററിനാണ്. അപ്പൊ നമ്മൾ പെർ മീറ്ററിന് എത്ര ഫ്ലോ വരുന്നത്? അപ്പൊ ഈ 43.4 LPSനെ നമ്മൾ 12,000, ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് ചെയ്യുന്നല്ല, അത് ആക്ച്വലി അല്ല, അത് അങ്ങനെയല്ല വരാം. 12,950 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പെർ മീറ്ററിൽ എത്ര ഫ്ലോ വരുന്നത്? ഈ ഫ്ലോനെ നമ്മൾ 1500 മീറ്റർ ഫസ്റ്റിലെ പൈപ്പ് 1 1500 മീറ്റർ, ഈ 1500നെ നമ്മൾ ആ കോയിഫിഷ്യനോട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ കിട്ടുന്നതാണ് നമ്മളെ ഈ 5.2 ഫസ്റ്റിൽ കണ്ടില്ലേ, 5.2. അത് പൈപ്പിന്റെ ലെങ്തിനനുസരിച്ച് ഓരോ ഇത് മാറി വരും. അതായത് ഇപ്പൊ ഞാൻ 20 പൈപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, 20 പൈപ്പിലും നമ്മൾ ഈ ഫ്ലോ ഡിവൈഡ് ചെയ്യും. അതിന്റെ ടോട്ടലാണ് 43.4. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പൈപ്പിലും വരുന്ന ഫ്ലോ, ആ ഏരിയയിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആദ്യം അറിവ് ചെയ്യണം. അതാണ്. അപ്പൊ അതിലെന്താ വെച്ചാൽ ഇതൊരു ഇൻപുട്ടാണ് ഇതില്. അതായത് നമ്മളെ ഇപ്പാനെറ്റിൽ വരുന്ന ഒരു ഇൻപുട്ടാണ് ഡിമാൻഡ്, സെൽഫ് ഡിമാൻഡ് എന്ന് പറയും ഒന്ന് വരുന്നത്. അത് നോഡ് ജംഗ്ഷൻസ് പൈപ്പ് അവിടെ വരുമ്പോൾ ഒന്ന് പറയാം. പിന്നെ അതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഞങ്ങളെ കാഡ് ഫയലിൽ അതിലുണ്ടാവും, അതിൽ എലിവേഷൻസ്. ഞാൻ അതൊന്ന് നോക്കിയാൽ മതി. ആ ഡ്രോയിങ്ങില് എലിവേഷൻസ് നമ്മള് ഫസ്റ്റിലുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ വരെ ഒരു പിന്നെ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്യുന്നത്. ഇത്രയും 20 പൈപ്പ് ഞങ്ങൾ സാമ്പിൾ ആയിട്ട് ചെയ്തു തരുന്നു. ഈ ഓരോ ജംഗ്ഷനിലും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ഇത് റിസർവോയർ. ഈ റിസർവോയറിന്റെ അതിന്റെ ഹെഡാണ് പറയുന്നത് +100. നമ്മൾ ലെവൽസ് എടുത്ത് ചെയ്യുന്നതാണ് 100. പിന്നെ 90. പിന്നെ അടുത്ത P1 കഴിഞ്ഞ് കഴിഞ്ഞാൽ P1 കഴിഞ്ഞ് പിന്നെ P2 പിന്നെ ആ P1ന്റെ ഹെഡിൽ തന്നെ നമുക്ക് ഒരു ഹെഡും കൂടി ഇവിടെ ചേർക്കാണ്, അത് വിട്ടുപോയതാണ്. കുഴപ്പമില്ല, 95.2 ഏതെങ്കിലും ഒരു ലെവലിൽ ചേർത്ത് ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങി ലെവൽസ് കുറഞ്ഞു വരുന്നതാണ്. ചില ഭാഗത്ത് നമുക്ക് ലെവൽസ് കൂടി വരും. നമ്മൾ ഇതിനൊക്കെ ടാങ്കിന്റെ ലൊക്കേഷൻസ് എല്ലാം നമ്മൾ ആദ്യം പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം എന്തെന്ന് വെച്ചാൽ ഏത് ഏരിയ ആണോ ചെയ്യുന്നത് ആ ഏരിയന്റെ നമ്മൾ കോണ്ടൂർ സർവേ ചെയ്യണം. റോഡ്സ് കംപ്ലീറ്റ് ലെവൽസ് എടുത്തിട്ട് നമ്മൾ അതിൽ എവിടെയാണോ വാട്ടർ ടാങ്കോ റിസർവോയറോ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ, എലിവേറ്റഡ് ആയ ഏരിയ കിട്ടുന്നത്, ആ ഏരിയ നമുക്ക് സൂട്ടബിൾ ആയിട്ട് അതിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം വീണ്ടും നമ്മൾ ഇതിന്റെ നെറ്റ്വർക്ക് ചെയ്തു വരാൻ. അപ്പൊ ഈ സാമ്പിൾ നെറ്റ്വർക്കിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു +100 എന്നുള്ള ഒരു എലിവേഷൻ ടാങ്കിന് കൊടുത്തു. നെക്സ്റ്റ് P1 എന്ന് പറഞ്ഞ പൈപ്പ് എൻഡ് ചെയ്യുന്ന ജംഗ്ഷന് 95.22. പിന്നെ ഓരോ ഇതാക്കണോ 94.2, ഇവിടെ 70 വരുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് ഇത് വീണ്ടും താഴേക്ക് ഇറങ്ങി. ചില ഏരിയയിൽ നമ്മൾ എന്താ വെച്ചാൽ എലിവേഷൻ കൂടും.
അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാം നമുക്ക് ഐഡന്റിക്കൽ ആയിട്ട് ഒരേമാതിരി കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾ 100 എന്നുള്ള ടാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തൊട്ടടുത്ത ചിലപ്പോൾ ചില പ്രദേശം ഉണ്ടാവും 120 നിൽക്കുന്നുണ്ടാവും. അവിടേക്ക് നമ്മൾ വേറെ ഒന്നെങ്കിൽ ഇവിടുന്ന് ബൂസ്റ്റർ സ്റ്റേഷൻ വെച്ച് പമ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ തൊട്ട് താഴെയുള്ള ലെവൽസ് നമ്മൾ ഫ്രിക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഏതാ ഡയമീറ്റർ കൊടുക്കേണ്ടത് അതിനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പാനറ്റ്. ഇതാണ് നമ്മൾ മാനുവലി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ ടെഡിയസ് ജോബാണ്. അതിന് നമ്മളെ ഓരോ പൈപ്പിന്റെ നിങ്ങൾ HF വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ വരച്ച് ഫ്രിക്ഷൻ ലോസ് ഓരോ ഭാഗത്തും വർക്കൗട്ട് നമ്മൾ ഇപ്പാനറ്റിലൊക്കെ ആകുമ്പോൾ ഇത് വളരെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എല്ലാ ഏരിയയും വർക്ക്ഔട്ട് ചെയ്ത് കിട്ടും. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓരോന്നിലും ഇപ്പൊ ഇതിന്റെ ഇൻപുട്ട് വരുന്നത്. ഒന്ന് പറഞ്ഞപ്പോ ഒരു പൈപ്പ് P1, ഈ പൈപ്പിൽ എടുക്കുമ്പോൾ പൈപ്പിന്റെ P1ന്റെ ലെങ്ത് വേണം നമ്മൾ ഈ പാനറ്റിൽ ആഡ് ചെയ്യണം. പിന്നെ അതിന്റെ ക്ലാസ് ഏത് പൈപ്പാണ് നമ്മൾ ഡിസൈനിന് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ PVC ആണോ, പിന്നെ നമ്മളെ പൈപ്പ് അതിന് ആ ഓപ്ഷൻ കൊടുക്കാൻ ഈ പാനറ്റിൽ ഇല്ല. നിങ്ങൾ പൈപ്പ് ഏതാണോ ഉപയോഗിക്കുന്നത് പ്രൊവൈഡഡ് നമ്മൾ എന്താന്ന് വെച്ചാല് അതിൽ നമ്മൾ അതിന്റെ C-വാല്യൂ നമ്മൾ ഇപ്പാനറ്റിൽ നമ്മൾ അനാലിസ് ചെയ്യുന്ന 3 ഓപ്ഷൻസ് ആണ്, 3 ഇക്വേഷൻ വെച്ചിട്ട്. ഒന്ന് എയ്സൻവില്ലൻ ഫോർമുല, എയ്സൻവില്ലൻ അറിയാലോ, എയ്സൻവില്ലൻ, പിന്നെ ഡാർസീസ് വെയ്ബാച്ച് ഇക്വേഷൻ, പിന്നെ മൂന്നാമത്തെ ഒന്നും കൂടെ ഉണ്ട്, ഏതാന്ന് അത് നോക്കിയാ പറഞ്ഞ. അപ്പൊ ഇതിൽ നമ്മൾ വാട്ടർ സപ്ലൈയില് ശരി ഇപ്പൊ അനലൈസ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എയ്സൻവില്ലൻ ഫോർമുല വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ ഒരൊറ്റ കോൺസ്റ്റന്റ് ഈ പൈപ്പിന്റെ ഏതാണോ പൈപ്പ് ആ പൈപ്പ് യൂസ് ചെയ്യുന്ന എയ്സൻവില്ലൻ കോൺസ്റ്റന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് PVC പൈപ്പ് ആണെങ്കിൽ ഒരു 140, 145 അത് നമുക്ക് അതിന്റെ ചാർട്ട് ഉണ്ട്. നിങ്ങൾ ഡക്റ്റൈൽ അയൺ പൈപ്പ്, പിന്നെ PE പൈപ്പ്, നമ്മൾ ഏതാ സിമെന്റ് പൈപ്പ്, ഏതാണോ പൈപ്പ് ഉപയോഗിക്കുന്നത് ആ പൈപ്പിന്റെ C-വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ അത്തരം ഇൻപുട്ടുകൾ നമ്മളെ ഈ പാനറ്റിൽ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് കാണിച്ചു, അതൊരു ജംഗ്ഷനാണ്, ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ എന്നുള്ള ഏരിയയിൽ നമ്മൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത് ഈ ജംഗ്ഷന്റെ എലിവേഷൻ ആഡ് ചെയ്യണം. പാനറ്റിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആ ജംഗ്ഷനിൽ വരുന്ന സെൽഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു P1 പൈപ്പിനെ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഈ എൻഡ് വരെ വരുമ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്ത ഒരു 5.2 LPS വന്നില്ലേ, ആ 5.2 ആണ് നമ്മൾ ഇവിടെ ഇതിന്റെ ഒരു ഡിമാൻഡ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ജംഗ്ഷനിലും നമ്മൾ ഈ ഓരോ ജംഗ്ഷനിലും ഞാനിപ്പോ തന്നിട്ടുള്ള ഡിമാൻഡിനെ നമ്മൾ ആഡ് ചെയ്യും. അത് അപ്പോ എന്ത് വരും, അങ്ങനെ ഓരോ ജംഗ്ഷനിലും നമ്മൾ ഇപ്പൊ ഇതിൽ സാമ്പിൾ പ്രോജക്റ്റിൽ ഒരു 20 ജംഗ്ഷൻസാ തന്നിട്ടുള്ളൂ, ഒരു 20 പൈപ്പും ഉണ്ടാവും. ഇത് നമ്മൾ പിന്നെ ഇത് ശരിക്കും ഇതൊരു ട്രീ ട്രങ്ക് പാറ്റേൺ ആയിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇത് നമുക്ക് മാനുവലി തന്നെ നമുക്ക് ഇതിന്റെ ഗ്രാഫൊക്കെ വെച്ചിട്ടൊക്കെ ഇതിന്റെ ഫ്രിക്ഷൻ ലോസ് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ ഇതിലൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഒരു ലൂപ്പായിട്ട് നമ്മൾ പൈപ്പുകൾ ലൂപ്പായി വരും. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു പൈപ്പ് ഇങ്ങോട്ടിടും. ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് മാനുവലി ചെയ്യാൻ കഴിയില്ല, കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ആണ്. അപ്പൊ ഇതില് ഇത്തരം കാൽക്കുലേഷൻസ് ചെയ്തിട്ട് പൈപ്പിന്റെ ഫ്ലോ ഒരേ ഡയറക്ഷനിലായിരിക്കില്ല. വാട്ടറിന്റെ ഫ്ലോ ചിലപ്പോൾ ഈ വാട്ടറിന്റെ ഫ്ലോ ഇങ്ങനെ വന്ന് തരും, അത് ടൈം ഡിപ്പെൻഡിന് അനുസരിച്ച് നമ്മുടെ പീക്ക് ഫാക്ടർ അനുസരിച്ച് ഇതിന്റെ ഫ്ലോന്റെ ഡയറക്ഷൻ മാറിപ്പോകും. അതൊരു ഇതിൽ വരുന്നതാണ്. എന്താ വെച്ചാൽ നമ്മള് പിന്നെ ഒരു ടൈമില് നമ്മളെ പീക്ക് ഫാക്ടർ 1 ആയിരിക്കും. അപ്പൊ നമ്മള് രാവിലെ നിങ്ങൾക്കറിയാലോ, നമ്മള് രാവിലെ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മള് 6 to 10 നമ്മൾ വാട്ടർ ടാങ്ക് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഒന്നിച്ചങ്ങ് പോകും. എന്നുവെച്ചാൽ അത്രയും വെള്ളം തന്നെ നിങ്ങൾക്ക് 1000 ലിറ്റർ ആണ് 2000 ലിറ്റർ ആണ് നിങ്ങളുടെ ടാങ്കിൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് നോർമൽ യൂസിൽ നമുക്ക് പിന്നെ ചെയ്യുന്നതിന്റെ 3 ഇരട്ടി 4 ഇരട്ടി ആയിരിക്കണം അറ്റ് എ ടൈം. അപ്പൊ എന്ന് വെച്ചാൽ അത് അത്രയും വെള്ളം ഫ്ലോ ചെയ്യാനുള്ള സൈസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ പൈപ്പിലൂടെ വെള്ളം ഫ്ലോ നിങ്ങൾക്ക് ടാപ്പ് തുറന്ന ആ സമയം വെള്ളം കിട്ടുള്ളൂ. അല്ല നമ്മൾ 24 hours എല്ലാവരും ഒരു അപ്പൊ എത്രയൊക്കെ ചിലപ്പോൾ ഒരു പോയിന്റ് നോട്ട് ഓൺ LPS എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ഇതിൽ ഉറ്റുന്ന മാതിരിയേ വരുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് സൈസ് കൂട്ടുന്നത്. ഈ പാനറ്റിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതില് നമ്മൾ ചില ഏരിയയിൽ എപ്പോഴും വരുന്നത് നമുക്ക് വെള്ളം കിട്ടില്ല. എന്താ വെള്ളം കിട്ടാത്തത്? അപ്പൊ നമുക്ക് നമ്മളെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ എഞ്ചിനീയറിംഗിൽ ചെയ്യൽ എന്താ ചിലപ്പോൾ
ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരു ലൂപ്പ് പൈപ്പ് കണക്ട് ചെയ്തു. ഈ ഫ്ലോ ആ ടൈമിൽ നമുക്ക് വേറെ ചെയ്തിട്ട് ഒരു വാൾവ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ടൈമിന് ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അധികം ഫ്ലോ കൊടുക്കാൻ കഴിയും. ഏതെങ്കിലും ചില ഏരിയയിൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരിക്കും, ചിലപ്പോൾ റെസിഡൻഷ്യൽ ആയിരിക്കും, ചിലപ്പോൾ കൊമേഴ്സ്യൽ ഏരിയ. കൊമേഴ്സ്യലിൽ നമുക്ക് ഒരു ടൈമിലേ വരുള്ളൂ. അപ്പൊ നമുക്ക് ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനും ഈ പാനറ്റ് ഉപയോഗിക്കാൻ പറ്റും. അത് ടൈം ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ടൈം ഫ്ലോ ഉണ്ട്. നമ്മളിപ്പോ ഒരു രാവിലെ 8 മണി മുതൽ, അപ്പൊ ഇതിന് ശരിക്ക് പിന്നെ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ ഇപ്പോ നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് നമ്മുടെ എന്താ പറയാ. അപ്പോ ആ ടൈം ഡിപ്പെൻഡിന് അനുസരിച്ച് ഓട്ടോമാറ്റിക് വാൾവ്സ് ഈ ടൈമിന് വാൾവ് ക്ലോസ് ചെയ്യും. നമ്മൾ ഫ്ലോ വരുന്ന സമയത്ത് കൊമേഴ്സ്യൽ ഏരിയയിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വാൾവ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടൈം ആ ഫ്ലോ വരുന്നതിനനുസരിച്ച് ഇത് ക്ലോസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളു. അപ്പൊ അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പാനെറ്റ് ഉണ്ട്, വാട്ടർജൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. വാട്ടർജൻ പിന്നെ ഗ്രാഫിക്സ് ഭയങ്കര ഇതാണ് വരുന്നത്. അപ്പോ പിന്നെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നോർമൽ കേസിൽ നമ്മളിപ്പോ ഇത്തരം ഡാറ്റ ഇൻപുട്ടിന്റെ ഇത്തരം ഡാറ്റകളേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിന്റെ സിമുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഡയമീറ്റർ മാറ്റി കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ആദ്യം ഒരു 400 ഡയ എന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് 400 ആണ് മാക്സിമം. അത് അപ് ടു നമ്മൾ മിനിമം ഏതാ ഡയ നിങ്ങൾ യൂസ് ചെയ്യുന്ന പൈപ്പിന്റെ സൈസ് നമുക്ക് അറിഞ്ഞിരിക്കണം. 400 കഴിഞ്ഞാൽ നെക്സ്റ്റ് 350 ആണ്, 300, 250, 200, 150. നമുക്കൊരു മിനിമം ഡയ നമുക്ക് 150 വെക്കാം, അതിന്റെ താഴെ വേണ്ട. ഇതിനെ സംബന്ധിച്ച് അപ്പൊ 150 വെക്കുമ്പോ എന്ന് വെച്ചാൽ ചില ഫ്ലോ കുറഞ്ഞെടുത്ത് വളരെ ചിലപ്പോൾ 0.01 വെലോസിറ്റി ഉണ്ടാവും. പക്ഷെ അത് നോക്കണ്ട. ഇതിൽ അതൊരു ക്രൈറ്റീരിയ ആണ് ഡിസൈനിൽ വരുന്നത്. അത് നമുക്കത് സൈസ് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അത് ഡിസൈനറുടെ ഇതനുസരിച്ച്, കാരണം പ്രഷർ കിട്ടോ, നമുക്ക് അതിന്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈന് വ്യത്യാസം വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പൊ നമ്മൾ ഇപ്പാനറ്റിൽ ചെയ്യുമ്പോൾ നോർമൽ കേസിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കില്ല ഡ്രോയിങ് കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഡ്രോയിങ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത് നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഡ്രോയിങ് ആണ്. ഇതുണ്ടല്ലേ, ഇത് ഇത്തരം റോഡുകൾ ഉണ്ടാവും, നമ്മൾ പിന്നെ ഇതിൽ ലെവൽസുകൾ ഉണ്ടാവും, ചെയിനേജുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് ആയിരിക്കും നമ്മളെ മുന്നിൽ ഡിസൈനിന് വേണ്ടിയിട്ട് വരുന്നത്. ഇതിപ്പോ നിങ്ങൾ 10 പൈപ്പ് എന്ന് പറഞ്ഞാൽ 10, 25 പൈപ്പ് അല്ല, 1000, 1200 പൈപ്പൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതന്നെ വേണം. അപ്പോ അതിനൊരു സാമ്പിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ടാങ്കിന്റെ ലൊക്കേഷൻസ് നമ്മൾ പിന്നെ ഒരേ ഹെഡിൽ നിന്ന് നമുക്ക് ഫ്രിക്ഷൻ ലോസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ 2 സോണാക്കി മാറ്റും, 2 ടാങ്ക് ആക്കി മാറ്റും. അപ്പോ പിന്നെ ഇപ്പാനറ്റിൽ നമുക്ക് പമ്പ് സെറ്റ് എറക്ട് ചെയ്തിട്ട് അതിന്റെ പമ്പിന്റെ കർവ് സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പമ്പ് കർവ് എല്ലാം ചെയ്തിട്ട് എന്താ വെച്ചാൽ നമ്മൾ എത്ര HP പമ്പ് ഇതിൽ കൊടുക്കണം എന്ന്. പിന്നെ ഇപ്പാനറ്റിന്റെ വേറൊരു ഇതെന്താ വെച്ചാല് നമ്മൾ എല്ലാ ജോഗ്രഫിക്കലും കണ്ടീഷനിലും നമ്മൾക്ക് പിന്നെ ഇത്ര എലിവേറ്റഡ് ആയ ടാങ്കും എലിവേറ്റഡ് ആയതൊന്നും കിട്ടണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ സർഫസ് വളരെ യൂണിഫോം. ഇപ്പൊ നിങ്ങളൊരു ക്യാമ്പസിലാണെങ്കിൽ ഈ ക്യാമ്പസിൽ നമുക്ക് ചിലപ്പോൾ ഒരു ടാങ്ക് കൊടുത്താൽ തന്നെ ചിലപ്പോൾ ഏരിയയിൽ എത്തില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിൽ പമ്പ് ചെയ്യാം. നിങ്ങൾ ഒരു ടാങ്കിലേക്ക് വെള്ളം കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ നെറ്റ്വർക്കിനെ നമ്മൾ ഒരു പമ്പായിട്ടും കണക്ട് ചെയ്യും. അപ്പൊ ഈ പമ്പിന്റെ എത്ര ഹെഡ് വ്യത്യസ്ത നമ്മൾ ഓരോ ടാങ്കിലേക്കും വെള്ളം എത്താനുള്ള പിന്നെ നമ്മൾ ഹെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന അനലൈസിങ് ഒക്കെ ചെയ്യാം ഇതില്. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാനിപ്പോ അയച്ചു തന്ന നമുക്ക് ഒരു ഡ്രോയിങ്ങിൽ ആദ്യം നമുക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യത്തിന് എനിക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തെങ്കിലും പറയാം. അല്ല 3 അതാ ഞാൻ പറഞ്ഞത്. പീക്ക് ഫാക്ടർ നമ്മളെ പീക്ക് ഡിമാൻഡ് നമ്മുടെ പോപ്പുലേഷനോ അതിനനുസരിച്ച് മാറി വരും. പിന്നെ നമ്മൾ പിന്നെ 2 കൊടുക്കും. നമ്മൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഒരു 2 ലക്ഷം പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ എബവ് മാനുവൽ പറയുന്നത് 2 lakhs 1 lakh എബവ് ആണെങ്കിൽ 2 കൊടുക്കാം.
50,000 താഴെയാണെങ്കിൽ 3 വേണം. 50,000 to 1 lakh ആണെങ്കിൽ 2.5. അത് നമ്മളെ മാനുവലില് പറയുന്നുണ്ട്. നമ്മളെ പോപ്പുലേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കോഡ് റെഫർ ചെയ്യുന്നില്ലേ, ഓരോന്നിനും ഓരോ കോഡൽ വാല്യൂസിന് ആ കോഡ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ചെയ്യുന്നത്. പിന്നെ ഡ്രോയിങ്ങില് പിന്നെ വേറൊരു കാര്യം കൂടി, ഏത് ആ ഗ്രേഡിയന്റ്, അതാണ് ഗ്രേഡിയന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഗ്രേഡിയന്റ് സ്ലോപ്പ്, പൈപ്പിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പൈപ്പ് സ്ലോപ്പ് നമ്മളിപ്പോ ഈ കൊടുത്ത ഡ്രോയിങ്ങിൽ തന്നെ ഇതാക്കണം. ഇതിപ്പോ ഇത് കണ്ടില്ലേ, ഇപ്പൊ നമ്മള് പൈപ്പ് ഈ ഗ്രേഡിയന്റ് ആണല്ലോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഫ്ലോ വെലോസിറ്റി ഡയമീറ്റർ വരുമ്പോൾ നമുക്ക് അതിന്റെ സ്ലോപ്പ് കിട്ടും. ഈ സ്ലോപ്പും അതിൽ നിന്നാണ് നമ്മൾ HF വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്താ അറിയില്ലേ, ഗ്രേഡിയൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു പിന്നെ ടാങ്കിന്റെ 100 എന്ന് പറയുന്ന ഈ ലെവലിൽ നിങ്ങൾ ഒരു ഡാറ്റം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ മെയിൻ ഹൈഡ്രോളിക് ലെവല്. ഇപ്പൊ ഇതിൽ നമ്മളൊരു പിന്നെ ഇത് നിങ്ങളുടെ ടാങ്ക് എത്ര 100 ലെവലിലാണ്, നമ്മുടെ എല്ലാം നിൽക്കുന്നത് ഈ 100 ലെവലിലാണ്. ഈ 100ൽ നിങ്ങൾ തൊട്ടടുത്ത് ഇവിടെ ഒരു 65.2 എന്ന ലെവലുണ്ട്. നമ്മുടെ ആക്ച്വൽ നമ്മുടെ പ്രഷർ ഹെഡ് എത്ര വരുന്നത് ഈ 65.42 മൈനസ് 100 ആണ്. ഇതാണ് നമ്മുടെ ആക്ച്വലി നിങ്ങളുടെ അതില് വരുന്ന ഒരു എന്ത് ആക്ച്വൽ ഹെഡ്, നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയും. ഈ സ്റ്റാറ്റിക് ഹെഡ് വരുന്നത് ഈ 65.42 മൈനസ് 100 ആണ്. അപ്പൊ വരുമ്പോ ഏകദേശം നമുക്ക് 34 അടുത്ത്. അപ്പൊ അവിടെ 34 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താന്ന് വെച്ചാൽ 34 മീറ്റർ 3.4 kg per സ്ക്വയർ സെന്റിമീറ്റർ എന്നുള്ള ഒരു പ്രഷർ അവിടെ. ആ പ്രഷർ എപ്പോഴേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ അതിൽ ഫ്ലോ ഇല്ലെങ്കിൽ മാത്രം. കാരണം HF ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവില്ല. നോർമൽ കേസിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഞാൻ ആ ഒരു പോയിന്റിനെ മനസ്സിലാക്കിയാൽ വേറെ ലൈൻ ഇവിടുന്ന് വരുമ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈന് ചിലപ്പോൾ ഇങ്ങനെ കയറും വരും. ഏത് നമ്മുടെ ഇത് HF വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങളെ ഫ്രിക്ഷൻ ലോസ് ഇൻ മീറ്റേഴ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് ഈ എൻഡിൽ എത്തുമ്പോഴേക്ക് നിങ്ങളെ 35ന്റെയും താഴെ പോകും. താഴെ പോകുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ നെഗറ്റീവ് പ്രഷർ ആയിരിക്കും, അവിടെ വെള്ളത്തില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ പിന്നെ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ. ഇപ്പൊ ഏറ്റവും ലോവർ പോയിന്റിലേക്ക് നമ്മൾ പ്രഷർ കിട്ടുന്നു. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഈ HF നമ്മൾ പൊക്കി കൊണ്ടുവന്നിട്ട് ഒരിക്കലും ഒരു 0 ലെവലിലേക്ക് നമ്മൾ ഒപ്റ്റിമൽ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഫ്ലോ എന്തൊരു ഫ്ലോ ഉണ്ടെങ്കിലും ആ ഫ്ലോക്ക് അനുസരിച്ച് ഫ്രിക്ഷൻ ലോസ് വരും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതിനെ പിന്നെ HF കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കും. എത്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു 20 മീറ്റർ 10 മീറ്റർ ഒക്കെ പ്രഷർ. അപ്പൊ നമുക്ക് മിനിമം ടെർമിനൽ പ്രഷർ ഒരു 10 മീറ്റർ എങ്കിലും വേണം. ഇപ്പൊ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ 65.42ന്റെ പ്രഷർ നമ്മൾ അതിൽ ഫ്ലോ ഒന്നും ഇല്ലെങ്കിൽ പൈപ്പ് ഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 35 കിട്ടും. ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രഷർ ഡൗൺ ആവും. അപ്പൊ ശരിക്കും എന്താ വെച്ചാൽ ഏത് പീക്ക് ഫ്ലോ ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ ഒരു 10 മീറ്റർ പ്രഷർ കിട്ടിയെങ്കിൽ നമുക്ക് അവിടെ വെള്ളം അച്ചീവ്. കാരണം 10 മീറ്റർ ഹെഡ് ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലോറിൽ വെള്ളം അല്ലെങ്കിൽ നിങ്ങളെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കയറുള്ളൂ. അപ്പൊ ആ ഒരു ലെവൽ ഇതിനാണ് നമ്മൾ ചെയ്ത്. അപ്പൊ ഇതിന് എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്യുമുലേറ്റീവ് ഫ്ലോ വരുന്നുണ്ട്, ക്യുമുലേറ്റീവ് HF വരുന്നുണ്ട്. ഓരോ HFനും ടോട്ടൽ ചെയ്തിട്ടാണ് ഇതിൽ റിസൾട്ട് വരുന്നത്. അപ്പോ നമുക്കിതൊന്ന് ഇനി സ്റ്റാർട്ടിങ്ങിലേക്ക് നോക്കണം. എന്താ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡാറ്റ എൻട്രിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അതെ, നെറ്റ്വർക്ക് അതാണ്. നെറ്റ്വർക്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഡ്രോയിങ് ഞാൻ നേരത്തെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു മാപ്പ്. ഈ മാപ്പിന് ഒരിക്കലും നമുക്ക് ഇതിൽ മാതിരി നിങ്ങൾ ഇങ്ങനെ കള്ളി വരച്ചുണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഈ ഡ്രോയിങ്ങിനെ നമ്മൾ ഇതിലൊരു അഡ്വാൻറ്റേജിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ബാക്ക് ഡ്രോപ്പ്. നമ്മൾ എന്താ വെച്ചാൽ ഇതിനെ നമ്മൾ മറ്റേ ഓട്ടോകാഡിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും സ്കെച്ച് കിട്ടി കഴിയുമ്പോൾ നമുക്ക് വെച്ച് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്താന്ന് വെച്ചാൽ സ്കെയിൽ ചെയ്തിട്ട് ഈ ഡ്രോയിങ്ങിനെ നമ്മൾ പിന്നെ വാട്ടർ ജെന്നിലൊക്കെ കുറച്ചും കൂടി ഹയർ ഓപ്ഷൻസ് ഉണ്ട്. ഇതേ ഡ്രോയിങ്ങിനെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇതിലത് പറ്റില്ല. ഇതിനെ CAD ഫയലിനെ മെറ്റാ ഫയൽ ആക്കിയിട്ട് സേവ് ചെയ്യും, ഒരു മെറ്റാ ഫയൽ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിനെ നമ്മൾ ബാക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് CADന്റെ സ്ക്രീനിൽ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മാപ്പ് കാണാം. അപ്പൊ ഈ മാപ്പിൽ നമ്മൾ അതിന്റെ മേലെ ഓവർ ഡ്രോ ചെയ്യാം.
ഇത് ഓവർഡ്രോ ചെയ്തിട്ട് പിന്നെ നമ്മളിത് ഈ ഒരു നെറ്റ്വർക്ക് ഓവർഡ്രോ ചെയ്യും. ഇപ്പോഴത്തെ പുതിയ സർവേ സിസ്റ്റത്തിലൊന്നും ഇതൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ഒരു ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ട് സർവേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ GPS നിങ്ങൾ ഇവിടെ QGIS ഒക്കെ ചെയ്തില്ലേ? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ സർവേ നിങ്ങൾ മാപ്പ് ചെയ്യുന്നതോട് കൂടി ഇത് 3D പോളിലൈൻ ആയി വരുന്നത് സർവേയില്. അപ്പൊ ഈ 3D പോളി ലൈനിൽ വന്നു കഴിഞ്ഞിട്ടെങ്കിൽ അത് ഞാൻ 3D പോളിലൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇത് 3D പോളിലൈൻ ചെയ്ത ഒരു സർവേ ആണ്. ഇതിലൊരു ബ്ലൂ കളർ ഉണ്ടല്ലേ, ബ്ലൂ കളർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്താലായത് ഇത് നമ്മുടെ പിന്നെ അവര് ഈ 3D പോളിലൈൻ ഇതിന് XYZ കോർഡിനേറ്റ്സ് ഉള്ള ഇതാണ്. XYZ ഉണ്ടാവും. ഇത് ഓരോ പോയിന്റിലെ ലെവൽസും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സോഫ്റ്റ്വെയറിന് നമ്മൾ ഇപ്പാക്കാഡ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പാക്കാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇതിലുണ്ട് ഇപ്പാക്കാഡ്. ഇപ്പാക്കാഡിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പാനെറ്റിന്റെ നെറ്റ്വർക്ക് ഫയലാക്കി മാറ്റും. അപ്പോൾ നെറ്റ്വർക്ക് ഫയൽ ആക്കി മാറ്റുന്നതോട് കൂടിയിട്ട് ഈ ഇപ്പാനെറ്റിന്റെ ഫയലില് പൈപ്പിന്റെ ലെങ്ത് നിങ്ങളുടെ പിന്നെ നമ്മുടെ എന്തായി പൈപ്പിന്റെ ലെങ്ത് ആയി ഓരോ ജംഗ്ഷൻസിലുള്ള എലിവേഷൻസ് എല്ലാം കൂടിയിട്ടുള്ള ആകെ ഒരു ക്ലബ് ചെയ്ത ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റത്തിൽ കിട്ടും. അത് എത്ര 1000 പൈപ്പ് ഉണ്ടെങ്കിലും 1000 പൈപ്പ് നമുക്ക് സൂം ചെയ്തെടുക്കാം. അതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒറ്റ കാര്യം നമ്മുടെ ഫ്ലോ ആണ്. ഈ 1000 നോഡിലും നമുക്ക് ഫ്ലോ ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോ അതിന് നമ്മള് പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഒരു പെർ മീറ്ററിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് ഈ സാധനത്തിന് നമ്മൾ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യും. എക്സലിൽ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഇൻപുട്ട് ഫയലിനെ എക്സലിൽ കൊണ്ടുപോയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടാണ് വീണ്ടും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം അത്രയും പിന്നെ വർക്കുകൾ ഇതിൽ നമ്മൾ സിമ്പിൾ വർക്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ഇതൊന്നും വേണ്ട. നമുക്ക് സിമ്പിൾ ഒരു നെറ്റ്വർക്ക് ചെയ്യാൻ ഇത് വേണ്ട. വല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ നെറ്റ്വർക്ക് എങ്ങനെ വരക്കാന്ന് ചോദിച്ചാൽ എത്ര ഒരു ജില്ലന്റെ മൊത്തം നെറ്റ്വർക്ക് നമുക്ക് ഇതിൽ സെയിം ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പിന്നെ ഇത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പാനറ്റില് ഒന്ന് ജസ്റ്റ് നോക്കല്ല, ഒന്ന് ഒരു വർക്ക് ചെയ്യും പറയും. നിങ്ങൾ ആദ്യം ഈ പാനറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പാനറ്റ് ഓൺ ചെയ്യും. ഇപ്പാനറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതില് നമ്മൾ ഇതിൽ ഇപ്പാനറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോജക്റ്റ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതില് പ്രോജക്റ്റിൽ ഡിഫാൾട്ട്സ് എന്ന് പറഞ്ഞൊരു ഇത്. പ്രോജക്റ്റ് ഡിഫാൾട്ട് ക്ലിക്ക് ചെയ്തോ. പ്രോജക്റ്റ് ഡിഫാൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണുന്നത് ഫസ്റ്റിൽ കാണുന്ന ID ലേബൽസ്. അത് നമ്മൾക്ക് എന്താന്ന് വെച്ചാല് ഈ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ അതിന്റെ ജംഗ്ഷൻസിന് നമ്മൾ എന്തെങ്കിലും നോഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിലത് നമ്മൾ പൈപ്പിന് P എന്ന് കൊടുക്കും, ചിലർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ID ലേബൽസ് അത് നമ്മൾ കാര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് തന്നെ ID ഇൻക്രിമെന്റ് എന്നൊന്ന് കാണും അല്ലേ? അപ്പൊ നമ്മൾ ഈ ID ഇൻക്രിമെന്റ് ഒന്നാ കാണുന്നത്. അത് 1 2 3 4 സീരിയൽ ആയിട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ഒരു പൈപ്പിന് നമ്പർ ഇടാൻ വേണ്ടിയില്ല. അതൊന്നും അത് ഇതിൽ വരുന്നില്ല. പിന്നെ ID ലേബൽസ്. പിന്നെ ഫസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഹൈഡ്രോളിക്സ് എന്നുള്ള ഒരു ഇത് എടുക്കാം. ഹൈഡ്രോളിക്സ് അതിൽ ഫ്ലോ യൂണിറ്റ്സ് ഉണ്ടാവും. ഫ്ലോ യൂണിറ്റ്സ് LPS ആക്കാം. അതിൽ കുറെ യൂണിറ്റുകൾ ഉണ്ടാവും. GPM എന്താ വെച്ചാൽ LPS ചെയ്യുമ്പോഴേ നമുക്ക് മീറ്ററിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് GPM പിന്നെ LPM ഇതൊക്കെ വരാം. ഫ്ലോ യൂണിറ്റ്സ് LPS. പിന്നെ നമ്മൾ എഡ്ലോസ് ഫോർമുല അതിൽ സെലക്ട് ചെയ്ത് HW കാണാം, ഹെയ്സൺവില്ലാണ്. അതിൽ 2 ഇത് കാണാം. ഒന്ന് ഡാസീസ് വേദം പിന്നെ ചെസീസ് കോൺസ്റ്റ് വരുന്ന.
CM, അതിൽ HW കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കാണുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ വാട്ടർ ആയതുകൊണ്ട് 1 തന്നെ കൊടുക്കുന്നു. പിന്നെ റിലേറ്റീവ് വിസ്കോസിറ്റി ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. റിലേറ്റീവ് വിസ്കോസിറ്റി ഒക്കെ നമ്മൾ ക്വാളിറ്റി അനാലിസിസിൽ വരുന്ന ഇതാണ്. പിന്നെ നമ്പർ മാക്സിമം ട്രയൽസ് എത്രയെന്നല്ല, അത് ലൂപ്പിനാണ് 40 ഐട്രേഷൻ. നമ്മൾ ഇതുണ്ടല്ലോ എത്ര ഐട്രേഷൻ, അപ്പോ ആ കാൽക്കുലേഷന് നമ്മൾ ഇതൊരു 400 ഒക്കെ ഇട്ടാകും, പിന്നെയും അത് ഐട്രേറ്റ് ചെയ്ത് തന്നെ ഒരു ഒപ്റ്റിമൽക്ക് എത്തിക്കും. ഒരു 40 അത് ഡിഫാൾട്ട് ആയിട്ട്. പിന്നെ ഇതില് നിങ്ങൾ അടിയില് ഡിഫാൾട്ട് പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണിനെ കുറിച്ച് ഇപ്പൊ നോക്കണ്ട, അത് നമ്മളെ ഇതിൽ വരുന്ന പാറ്റേൺ സെറ്റ് ചെയ്യുന്ന പറയാം. ഡിമാൻഡ് മൾട്ടിപ്ലയർ തൊട്ട് അത് 2.5 ആണ്. അത് നമ്മൾ പീക്ക് ഫാക്ടർ 3 ആണ്. ഡിമാൻഡ് മൾട്ടിപ്ലയർ അത് നമ്മൾ 3 ആക്കാം. അത് ചെയ്തോ? ഡിമാൻഡ് മൾട്ടിപ്ലയർ എന്നുള്ളിടത്ത് നമ്മളെ സാമ്പിൾ പ്രോജക്റ്റിൽ 3 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എമിറ്റർ എക്സ്പോണന്റ് അതൊന്നും വേണ്ട, അതൊക്കെ ക്വാളിറ്റി അനാലിസിസിൽ വരുന്നതാണ്. സ്റ്റാറ്റസ് റിപ്പോർട്ട് വേണ്ട. എന്നിട്ട് ഓക്കെ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് വേണം നിങ്ങൾ പ്രോപ്പർട്ടി എന്നുള്ളതൊന്നും എടുത്താൽ അതിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ലെഫ്റ്റില്. ആ പ്രോപ്പർട്ടീസിൽ വേണമെന്നുണ്ടെങ്കിൽ ടാങ്ക് ഡയമീറ്റർ എന്നുള്ളതൊന്നുണ്ടല്ലോ, ടാങ്ക് ഡയമീറ്റർ ഉണ്ടോ? അതൊന്നും നിങ്ങളിപ്പോ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമ്മൾ എന്താന്ന് വെച്ചാൽ ഇപ്പാനെറ്റിലെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട്, ഇതിൽ ഒരിക്കലും നമ്മൾ വാട്ടർ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇപ്പാനെറ്റിലെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസിങ് റിസർവയർ ആണ്. റിസർവയർ എന്ന് പറഞ്ഞാൽ നമ്മള് ലൈനിൽ പമ്പ് ചെയ്യുമ്പോൾ നമ്മളെ പീക്ക് നോർമൽ കേസിൽ നമ്മളെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പീക്ക് ഡിമാൻഡ് നമ്മളൊരു 24 ഹവറിനാണ് നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നമ്മളെ പമ്പിങ് ആക്ച്വലി 24 ഹവറിനുള്ള ഈ 18,45,000 ലിറ്റർ നമ്മുടെ ടാങ്കിലേക്ക് എങ്ങനെയാണോ പമ്പ് ചെയ്യുന്നത് അത് പീക്ക് ഫാക്ടർ ഒന്നും ഇല്ലാത്ത പമ്പിങ് ആയിരിക്കും. നമ്മള് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ 43 LPSലുള്ള ഒരു പമ്പായിരിക്കും പോകുന്നത്. നമുക്ക് ഡിമാൻഡ് ഇതിന്റെ 3 ടൈംസ് ആയിരിക്കും. ഡിമാൻഡ് ടൈം ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളെ ഈ ലൈനിലേക്ക് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്യണപ്പോ നമ്മൾ 24 ഹവറാണ് പമ്പിങ്, നമ്മൾ രാത്രി തീരെ വെള്ളം ഉപയോഗിക്കുന്നില്ല. അപ്പൊ ശരിക്കും അപ്പോഴും ഈ 43 ഹവേഴ്സ് നമ്മളെ ലൈനിലേക്ക് പമ്പിങ് വരുന്നുണ്ട്. ഈ പമ്പിങ് വരുന്ന സമയത്ത് എക്സസ് ഫ്ലോ ഉണ്ടല്ലോ, എക്സസ് ഫ്ലോ കംപ്ലീറ്റ് ടാങ്കിലേക്ക് നമ്മൾ ടൈം ചെയ്യുന്ന ഈ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും. ഇത് നമ്മളെ പീക്ക് ഡിമാൻഡിന്റെ സമയത്ത് ഇത് സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈനിലേക്ക് കൊടുക്കുന്നതാണ് ഈ ടാങ്കിൽ നിന്ന് വെള്ളം. നമ്മൾ എക്സസ് ഫ്ലോ വരുമല്ലോ, കണ്ടിന്യൂസ് 24 മണിക്കൂറിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് രാവിലെ ചിലപ്പോൾ 6 മണിക്കായിരിക്കും കൂടുതൽ വെള്ളം വരുന്നത്. ആ സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻപുട്ട് ലൈനിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് സപ്ലിമെന്റ് ചെയ്യല് ടാങ്കിൽ നിന്നാണ്. അപ്പൊ ഇതിന് ടാങ്കിന് എന്ന് പറഞ്ഞാൽ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് റിസർവയർ ആയിട്ട്, ബാലൻസിങ് റിസർവയർ എന്ന് പറഞ്ഞാൽ എക്സസ് വെള്ളം വരുമ്പോൾ ടാങ്കിലേക്ക് കയറും ചെയ്യും. സപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് സപ്ലിമെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് വെറുതെ ഒരു ഈ അനാലിസിന് നമ്മൾ ഒരു വെറുതെ റിസർവയർ മാത്രം കാണിച്ചാൽ മതി. റിസർവയർ ഓൾറെഡി ഹാവിങ് വാട്ടർ, ഇനഫ് വാട്ടർ. വാട്ടർ ടാങ്കിന് എന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കിന് നമ്മൾ 3 ക്രൈറ്റീരിയ ആഡ് ചെയ്യണം. ബേസ് എലിവേഷൻ കൊടുക്കണം, അതിന്റെ ഇനീഷ്യൽ ലെവല് പറയണം, പിന്നെ സ്റ്റാർട്ടിംഗ് ലെവല് പറയണം, ഫൈനല്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു ടൈം പാറ്റേൺ എന്നുള്ള ഒരു സംഗതി അത് ഇതിലില്ലല്ലോ. പിന്നെ നിങ്ങൾ വേണം ടാങ്ക് ആയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട. അതാണ് നോട്ടെ പൈപ്പ് ലെങ്ത് 1000 എന്നാ കാണുന്നത് ഇല്ലേ? ആ പൈപ്പ് ലെങ്ത് നമുക്ക് 1000 എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ ഈ ഒരു ലൈനിൽ ഒരു പൈപ്പ് ഡിഫാൾട്ട് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് പൈപ്പ് ലൈന് 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ഏതൊരു ലെങ്ത് വരച്ചാലും അതിന് 1000 മീറ്റർ ഉണ്ടാകും. അതിന് പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതില് ഓട്ടോ ലെങ്ത് അതിന് തൊട്ട് താഴെ ഉണ്ടാവും ഓട്ടോ ലെങ്ത് ഓണ്. അപ്പൊ നിങ്ങൾ ഓട്ടോ ലെങ്ത് ഓഫ് ആക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ലെങ്ത് ഓഫ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ലൈൻ വരച്ചാലും അതിന് 1000 മീറ്റർ ആയിരിക്കും. ഓട്ടോ ലെങ്ത് ഓൺ ആക്കിയിട്ട് വരക്കുമ്പോൾ നമ്മൾ ഇതിന് ഈ നിങ്ങളെ സ്ക്രീനിന് ഒരു സൈസ് ഉണ്ടാവും, നമ്മളെ കാഡിൽ വരക്കുന്ന മാതിരി തന്നെ. അപ്പൊ നിങ്ങൾ ഒരു ജംഗ്ഷനിൽ ഒരു ലൈൻ ഇത്ര വരച്ചു കഴിഞ്ഞാൽ അത് ആ സ്കെയിൽ എത്ര സെറ്റ് ചെയ്ത് ആ സൈറ്റിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഓട്ടോ ലെങ്ത് ഓഫ് പൈപ്പ് ഡിഫാൾട്ട് ആയിട്ട് വരും.
പിന്നെ പൈപ്പ് ഡയമീറ്റർ എത്ര ഇതിൽ കൊടുത്തിട്ടുള്ളത്? നിങ്ങളതിൽ പൈപ്പ് ഡയമീറ്റർ നമ്മൾ മിനിമം 150 ആണ് പറഞ്ഞത്. അത് മിനിമം ഡയ നമ്മൾ കൊടുക്കുക പൈപ്പ്. അത് നിങ്ങൾ 90 ആക്കണം. 90 കൊടുത്തിട്ടുള്ളത്, 150 കൊടുത്തു. ആ 150 ചേഞ്ച് ചെയ്യാം. അത് 12 ഇഞ്ചാണ്. അത് മാറ്റുക. അത് നമ്മൾ പഴയ FPS സിസ്റ്റത്തിൽ വരുന്ന അതാണ്. അത് മാറ്റണം. അത് ആ 150 ആ യൂണിറ്റ്. അത് പൈപ്പിന്റെ ഡയ എപ്പോഴും MM ആഡ് ചെയ്യാം. 150 ആ 150 അതിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ പൈപ്പ് റഫ്നെസ്, അതാണ് നമ്മുടെ പൈപ്പിന്റെ സി വാല്യൂ. അത് നമ്മൾ സി വാല്യൂ ഐസൻവില്ലൻ കോൺസ്റ്റന്റ് 140. ഇപ്പൊ PVC എടുക്കാണ് 140 തന്നെ. എത്ര അതിൽ നിൽക്കുന്നത്? 100. അത് 140 ആക്കാം. അത് നമ്മളെ പൈപ്പിന്റെ സി വാല്യൂ ആണ്. അത്തരം ചെയ്തോ? ഓക്കെ കൊടുത്തോ? എന്താ വെച്ചാൽ ഡിഫാൾട്ട്സ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ യൂണിറ്റ്, ഫ്ലോ യൂണിറ്റ് നമ്മൾ LPS LPM ചെയ്യുമ്പോൾ ആ യൂണിറ്റ് തന്നെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇത്തരം ചെയ്തിട്ട് നമ്മൾ പ്രോജക്റ്റ് ഡിഫാൾട്ട് നമ്മൾ ചെയ്തു. നമ്മൾ ഇനി എന്താ വെച്ചാൽ നിങ്ങളെ റൈറ്റിൽ ആഡ് റിസർവോയർ എന്നുള്ള ഒരു സംഗതി ഉണ്ടാവും. ഒരു റിസർവോയർ ഇല്ലേ, ആഡ് ഒരു ജസ്റ്റ് ഇതാക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ആഡ് റിസർവോയർ. അവിടെ നമ്മൾ ഒരു റിസർവോയർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നിങ്ങളെ ഡ്രോയിങ്ങിൽ കാണുന്ന മാതിരി ഇവിടെ ഒരു റിസർവോയർ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒരു നെക്സ്റ്റ് നമ്മള് റിസർവോയർ ക്ലിക്ക് ചെയ്തോ? അതായത് ചെറിയ നിങ്ങൾ റിസർവോയർ, ടാങ്ക്, പൈപ്പ്, പിന്നെ ഒരു പമ്പ്, ആഡ് പമ്പ്, വാൾവ്, ആഡ് ലേബൽ എന്ന് കാണാം. 3 ഓപ്ഷൻസ്. നെക്സ്റ്റ് നമ്മൾ ഇപ്പുറത്ത്, അതിന്റെ തൊട്ടിപ്പുറത്ത് ആഡ് ജംഗ്ഷൻസ് എന്ന് കാണാം. നമ്മള് നേരത്തെ ആഡ് ജംഗ്ഷൻസ് ഇതാക്കണം. ഒരു ചെറിയൊരു റൗണ്ട് ഇതാ ഇവിടെ. ഈ ആഡ് നിങ്ങൾ ഇതാണ് ആഡ് ജംഗ്ഷൻസ്. നമ്മള് ആഡ് റിസർവർ വരുന്നില്ല. വരുമല്ലോ. റിസർവോയർ ചെയ്തിട്ട് നമ്മൾ ഇതിൽ നോക്കിയാല് നമ്മൾ ഇവിടെ പൈപ്പ്, ഇവിടെ നമ്മൾ ആഡ് ജംഗ്ഷൻസ് എന്നാണ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോട്ട് വന്നിപ്പോ ഇല്ലേ? നമ്മൾ ഏകദേശം ഒരു നമ്മളാ സ്കെച്ച് ഉണ്ടായിരുന്നല്ലോ, ആ സ്കെച്ചിന് ഒരു മോഡലിൽ ഒരു 3-4 ഡോട്ട്സ് ഇടാൻ പറ്റുമോ? അതായത് നമ്മളിപ്പോ അതാ ഞാൻ ആ PDF ആ സ്കെച്ചില് ഇപ്പൊ ഇതിന്റെ സ്ട്രൈറ്റിൽ ഇതാക്കണം. ഇവിടെ വന്ന് ഒരു ഡോട്ട്സും കൂടി ഇവിടെ ഞാൻ ഒരു ഡോട്ട്സും കൂടി ഇട്ടു. 2 എണ്ണം കഴിഞ്ഞിട്ടാണ് 1, 2 ഇട്ടു. പിന്നെ നെക്സ്റ്റ് ഒരു ലൈന് കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ടു. 3, 4 അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ജംഗ്ഷൻസ് ആഡ് ചെയ്യാം.
എന്നിട്ട് അല്ല, ആദ്യം നമ്മൾ ഡിഫാൾട്ട് ആയിട്ട് ഒരു 3 4 ആഡ് ചെയ്ത് ജംഗ്ഷൻസ് ആഡ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻ എന്നുള്ളൊരു സംഗതി, ഓപ്ഷനിൽ ലേബൽസ് എന്നുള്ളൊരു സംഗതി ഉണ്ട്. നൊട്ടേഷൻസിൽ നിങ്ങൾ നോഡ് വാല്യൂസ് എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ കൊടുത്താൽ നമുക്ക് നൊട്ടേഷൻസിൽ ഡിസ്പ്ലേ ലിങ്ക് ഐഡീസ്, ഡിസ്പ്ലേ നോഡ് ഐഡീസ്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നമ്പറുകൾ കാണാം. 1 2 3 എന്നുള്ളത് വന്നില്ലേ? വന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിന്റെ തൊട്ട് അടുത്ത് നമ്മൾ ആഡ് പൈപ്പ്, നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ചെയ്താൽ ബോട്ടത്തിൽ ഓട്ടോ ലെങ്ത് ഓഫ് ആണോ ഓൺ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഓഫ് ആകുമ്പോൾ നമ്മൾ ഏത് പൈപ്പ് വരച്ചാലും ഡിഫാൾട്ട് ആയിട്ട് നിങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് ലെങ്ത് ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഒരു ആഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം റിസർവോയർ എന്നാണ് നമ്മളെ പൈപ്പ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ റിസർവോയറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അടുത്ത ജംഗ്ഷനിലേക്ക് ഒരു പൈപ്പിന് ആഡ് ചെയ്തു. ഇവിടുന്ന് വീണ്ടും നമ്മൾ ഒരു പൈപ്പില് നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഇവിടുന്ന് അങ്ങനെ നിങ്ങൾ അവിടെ നമ്മൾ ഒരു പൈപ്പുകൾ ആഡ് ചെയ്തു. ഡിലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. എന്നിട്ട് അതേമാതിരി തന്നെ ഓപ്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നൊട്ടേഷനിൽ ഡിസ്പ്ലേ ലിങ്ക് ഐഡീസ് എന്ന് സെലക്ട് ചെയ്ത പൈപ്പിന്റെ ഐഡി നിങ്ങൾക്ക് കാണാം. പൈപ്പ് 1 2 3 കാണാം. അതില് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേയിൽ ഇതിൽ ഞാൻ അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് ഡിഫാൾട്ട് എന്നുള്ളതുണ്ടല്ലോ, ഡിഫാൾട്ടിൽ പോയിട്ട് നിങ്ങൾ പൈപ്പ് ഐഡി ലേബൽസ് എന്നുണ്ടല്ലോ, അവിടെ നമ്മൾ പ്രിഫിക്സ് പി എന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ പി വരും അവിടെ. ഇനി വരക്കുമ്പോ പിന്നെ എന്താന്ന് വെച്ചാല് അവിടെ ഇനി ഒരു പൈപ്പ് നിങ്ങൾക്ക് വരച്ച് വരുമ്പോ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. P6 എന്ന് വരും. അതായത് നമ്മൾ അതിന് ശേഷം വരുമ്പോ നമ്മൾ ഇതിന് ഒരു പ്രിഫിക്സോ സഫിക്സോ കൊടുത്തു കഴിഞ്ഞാൽ പൈപ്പിന്റെ ഒരു പൈപ്പൊക്കെ എന്താ വെച്ചാൽ നമുക്ക് 3 4 പൈപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. ചിലത് എന്ത് ചെയ്യും, നമ്മൾ ഒരു സിസ്റ്റം അനലൈസ് ചെയ്യുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് പൈപ്പുകൾ ഉണ്ടാവും, ചിലയിടത്ത് പാരലൽ പൈപ്പ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ നോഡിന് പിന്നെ പാരലൽ പൈപ്പിനൊക്കെ നമ്മൾ പിന്നെ വേറെ റെഫറൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതാണ് പൈപ്പ് ഐ ഡി ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പോ നമുക്ക് ഫസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈപ്പിൽ ഇപ്പോ ഈ 2 ഡാറ്റ എൻട്രി ആണ്. നിങ്ങൾ ഈ പൈപ്പിനെ ഒന്ന് സെലക്ട് ചെയ്യാം, 1 എന്നുള്ള പൈപ്പിനെ സെലക്ട് ചെയ്യാം, അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതായത് അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഡ്രോയിങ് ഒന്ന് ഫ്രണ്ടിൽ എടുത്തു വെച്ചാൽ മനസ്സിലാവത്. ഞാൻ പ്രിന്റ് വേണമെന്ന് പറഞ്ഞത് അതാ. അതിൽ ആ പൈപ്പ് 1ന്റെ ലെങ്ത് എത്രയെന്ന് എടുക്കുക. അപ്പൊ പൈപ്പ് ഒന്നിന്റെ ലെങ്ത് എന്നുള്ള പൈപ്പ് ഐ ഡി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റേണ്ട. അതിൽ ഒന്ന് കാണാം സ്റ്റാർട്ട് നോഡ് എൻഡ് നോഡ് എന്ന് കാണാം അല്ലേ? സ്റ്റാർട്ട് നോഡ് അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് 1 സ്റ്റാർട്ട് ചെയ്ത് 2ലേക്ക് എൻഡ് ചെയ്യാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, ടാങ്കിന്റെ ലെങ്ത് എന്നുള്ളിടത്ത് നിങ്ങൾ 1500 ആക്കാം. ഏത് ഡബിൾ ക്ലിക്ക് ചെയ്യണം ആ പൈപ്പില്. സാറേ അത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത അല്ലാതെ നിങ്ങൾക്ക്
അപ്പൊ 1500 ഡയമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഈ ഡയമീറ്റർ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് നമ്മൾ ഇനീഷ്യൽ ഡയമീറ്റർ ആണ്. പൈപ്പ് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പാണ്. അത് നമ്മൾ അതിൽ ഒരു 400 കൊടുക്കാൻ ആ സൈസ് മതിയാവില്ല. അപ്പോ അത് അത്തരം പൈപ്പുകൾ നമ്മൾ ബ്രാഞ്ച് പൈപ്പ്സ് ഒക്കെ വേണമെങ്കിൽ എക്സിസ്റ്റിംഗിലാക്കാം. പ്രധാന പൈപ്പുകൾ ആദ്യത്തെ 2 പൈപ്പൊക്കെ നമ്മൾ 400 350 ആക്കിയൊക്കെ നമ്മൾ ആദ്യം ഓപ്ഷണലായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇതിൽ ആദ്യം ഞാൻ എന്ത് നമ്മൾ ആദ്യം ഒരു അപ്രോക്സിമേറ്റ് ഡയമീറ്റർ കൊടുത്ത സാധ്യത ഇത് 400 ആക്കും. നിങ്ങൾ ആ ലെറ്ററിൽ തന്ന പൈപ്പ് ഇതിൽ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പൈപ്പിന് കളർ കോഡൊക്കെ അറിയാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഏത് പൈപ്പിന് ഓരോ ഡയമീറ്ററിന് കളർ കോഡ് വെച്ച് കഴിഞ്ഞാൽ കളർ കോഡായിട്ട് തന്നെ വരും. അത് മാപ്പിൽ നോക്കിയാൽ മതി. മാപ്പിൽ ലിങ്ക്സില് ലെങ്ത് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ലെങ്ത്തിന് ഇവിടെ സെറ്റ് ചെയ്തേക്കാം. ലെങ്ത് ഇവിടെ ലിങ്ക്സ് ഉണ്ട്. ലെങ്ത് പിന്നെ നോട്ട്സിന് എലിവേഷൻ വെച്ച് ചെയ്തിട്ട് ഒരു സംഗതി വെച്ചാൽ എലിവേഷന് കളർ വ്യത്യാസം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റേഞ്ച് മാറ്റാം. ഇത് നമ്മളിപ്പോ ഇവിടെ കണ്ടില്ല, ഇവിടെ നിങ്ങളൊരു പിന്നെ ലെങ്ത്തിന് 100 ഫസ്റ്റിലെ 100 മീറ്റർ പൈപ്പിന് ഇതിനെ ഞാൻ ഇത് 500ന്റെ മേലാക്കുന്നു. 500 1500 2000 5000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കളർ കറസ്പോണ്ടിങ് ആയിട്ട് മാറും. അതായത് ലെങ്തിനനുസരിച്ച് നമുക്ക് കളറ് കോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റിലെ പൈപ്പിനെല്ലാം മാറ്റിയോ? പൈപ്പിന്റെ ഡയമീറ്റർ 40, റഫ്നെസ് നമ്മൾ 140 തന്നെയാണ്. പിന്നെ ഇനീഷ്യൽ സ്റ്റാറ്റസ് ഓപ്പൺ, അത് ക്ലോസ് ചെയ്യരുത്. അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അത്ര ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജംഗ്ഷനിൽ ഫസ്റ്റിലെ ജംഗ്ഷൻ നമ്മൾ ഒന്ന് ആദ്യം ടാങ്കാണ് നമ്മൾ എടുക്കുക. ടാങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഹെഡ് എന്നുള്ള ഒരു സംഗതി കാണാം. ടാങ്കിന്റെ അവിടെ 0 ആയിരിക്കും. അത് നിങ്ങൾ ഇപ്പൊ ഞാൻ തന്നതിൽ 100 ആണ്, അത് 100 ചേർക്കണം. ഇവിടെ 100 ടോട്ടൽ ഹെഡ് 100. വേറെ ഒന്നും ചെയ്യേണ്ട, അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. ബാക്കി റൺ ചെയ്തതിന് ശേഷം വരുന്നതാണ്. അത് എലിവേഷൻ ടാങ്കിന്റെ പിന്നെ അത് ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞ ടാങ്കിന്റെ എലിവേഷൻ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഹെഡിനെ നമ്മൾ ഇപ്പൊ ഗ്രൗണ്ട് ലെവൽ എലിവേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഭാഗത്തും ഇനീഷ്യൽ പ്രഷർ ടാങ്കിന് ഹൈറ്റ് പോരെന്നെങ്കിൽ വീണ്ടും നമ്മൾ ഇത് ഒപ്റ്റിമൈസ് ചെയ്ത് കൂട്ടി കൊടുത്ത് അതിനനുസരിച്ച് നമ്മുടെ ടാങ്കിന്റെ ഹൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഒരു ഗ്രൗണ്ട് ലെവൽ ടാങ്കിനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ മൂവ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നീക്കാട്ടോ. മൂവ് ഇതിന്റെ ലിങ്ക് സൈസ് ഒക്കെ ഒന്ന് കാഴ്ചയില്ലെങ്കിൽ വലുത് സൈസ് കൂട്ടാൻ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലിങ്ക്സ് നോഡിന്റെ സൈസ് ഒക്കെ നിങ്ങൾക്ക് കൂട്ടട്ടോ. സൈസ് കൂട്ടാം. ഇനി നമ്മൾക്ക് ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട ജംഗ്ഷൻ, അത് കഴിഞ്ഞതിന് ശേഷം ജംഗ്ഷൻ ഐ ഡി, നെക്സ്റ്റ് ഉള്ള ജംഗ്ഷൻ ഐ ഡി എടുത്തു. ഈ ജംഗ്ഷൻ ഐ ഡിയില് നമ്മൾ എലിവേഷൻ എന്നുള്ള പാർട്ടിൽ അതിന്റെ എലിവേഷൻ അവിടെ ആഡ് ചെയ്യണം. ഞാൻ ആ ഡ്രോയിങ്ങിൽ തന്ന എലിവേഷൻ ആ 95.5 അത് അവിടെ ആഡ് ചെയ്യണം. ജംഗ്ഷൻ പറഞ്ഞ് നിങ്ങൾ ഫസ്റ്റിൽ കാണുന്ന ഒരു ജംഗ്ഷൻ തന്നെ. അവിടെ ഞാൻ രണ്ടാമത് ആ ഫസ്റ്റത്തിന്റെ വാല്യൂ ഒന്ന് മാറ്റി ചെയ്തു. അത് ഏതെങ്കിലും നിങ്ങളൊരു വാല്യൂ ചെയ്യും. അത് ഞാൻ 95.22 അവിടെ നിങ്ങൾ തന്നിയിലുണ്ടാവില്ല. അതിൽ 95.22 95.22
അവിടെ നിങ്ങൾ നെക്സ്റ്റ് ഒരു ബേസ് ഡിമാൻഡ് എന്നുള്ളത് കാണാം. ആ ബേസ് ഡിമാൻഡ് ഞാൻ തന്ന ഗ്രാഫ് ഒരു ഷീറ്റിൽ തന്ന ഫസ്റ്റിലുള്ള ഒരു ഇതുണ്ട്, എന്താ ലെങ്ത് കാണുന്നത്, ആ ഡിമാൻഡ് ആഡ് ചെയ്യണം. പൈപ്പ് ഒന്നിന്റെ ഡിമാൻഡ് ആ പൈപ്പ് 1-ൻ്റെത് 5.027 അത് അവിടെ ആഡ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ ഡിമാൻഡ് പാറ്റേൺ ഒന്നും ഇപ്പൊ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഡിമാൻഡ് പാറ്റേൺ ഒക്കെ നമ്മളതൊരു അഡ്വാൻസ്ഡ് സ്റ്റൈലിലേക്ക് ചെയ്യുമ്പോൾ ഡിമാൻഡ് കാറ്റഗറീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാറ്റഗറി ചെയ്യുന്നൊന്നും ഇതിൽ ചെയ്യണം. ഇതിനൊക്കെ ഓപ്ഷൻസ് വേറെ അതിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിലുള്ള പൈപ്പുകളിൽ മുഴുവൻ നമ്മൾ ആഡ് ചെയ്യണം. ഏത് ആ ജംഗ്ഷനിൽ ഓരോ പൈപ്പിന്റെയും ജംഗ്ഷനിൽ അതിന്റെ എലിവേഷൻസ്, അതിന്റെ ബേസ് ഡിമാൻഡ്, ആ പൈപ്പിന്റെ ലെങ്ത്, പിന്നെ നമ്മൾ ഏത് ജംഗ്ഷനിലാണ് ബ്രാഞ്ച് കൊടുക്കണമെങ്കിൽ ആ ബ്രാഞ്ച് വരച്ചിട്ട് അവിടെ ഒരു നോഡ് ഇട്ട് കൊടുത്തു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതാക്കണം. ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഇതിനെ നീക്കാട്ടോ, നീ മൂവ് ചെയ്യാ, സൂം ചെയ്യാ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിങ്ങളെ രണ്ടാമത്തെ ജംഗ്ഷനിൽ നമ്മൾ ഇങ്ങോട്ടൊരു താഴേക്ക് ഒരു പൈപ്പ് പോകുന്നുണ്ട് ഇല്ലേ? രണ്ടാമത്തെ ജംഗ്ഷനിൽ ഈ ഒരു രൂപത്തില്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ജംഗ്ഷന്റെ ഏകദേശം ഇങ്ങനെ നോക്കിയിട്ട് 1, 2 ഈ 2 ജംഗ്ഷന് ഇവിടെ ഒരു നോഡ് കൊടുക്കുക. ഇവിടെ നോഡ് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പൈപ്പ് വരക്കുക. ജംഗ്ഷൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഒരു പൈപ്പ് വരക്കുക. എന്നിട്ട് അതേമാതിരി നമ്മൾ ഇവിടെ നെക്സ്റ്റ് ഇവിടെ ഒരു ജംഗ്ഷൻ കൊടുക്കുക. പിന്നെ ഇങ്ങോട്ടാണ്. അപ്പൊ ഇതൊക്കെ പൈപ്പ് ആഡ് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ ആഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഒരു പൈപ്പ് അടക്കുന്നത്. ഇതിങ്ങനെ വരച്ച് ചെയ്തെങ്കില് നമ്മൾക്ക് എന്താ വെച്ചാൽ ഇനീഷ്യലി ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇത് എളുപ്പമായിട്ട് വരക്കാൻ ബാക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഡ്രോയിങ് തന്നെ ബാക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് വലിച്ച് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് വേണ്ട ഇത് ചെയ്യാൻ. പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇതാ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഏകദേശം സ്കെയിലിൽ ആവണമെന്നില്ല. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു പൈപ്പ് ആഡ് ചെയ്തു. ഓരോ ജംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ ജംഗ്ഷനിലേക്ക് അതിനെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇവിടുന്ന് 2 ലൈന് പോകുന്നുണ്ട്. രണ്ട് ലൈന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ രണ്ട് ലൈന് ഇങ്ങനെ. ഞാൻ ഇതാണ് ഒന്നൊരു പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതിയാല് വരക്കാൻ പറ്റുമെന്ന് പറഞ്ഞതാണ്. ഏകദേശം ഒരു നോട്ട് സ്കെയിലാവണമെന്നില്ല. അത് നിങ്ങൾ ലെങ്ത് പിന്നെ ആഡ് ചെയ്താൽ മതി. അത് ഡാറ്റ നമ്മൾ എൻറ്റർ ചെയ്യണം. അത് ശരിക്കും ആ ഷേപ്പിന് തന്നെ ആവണമെന്നില്ല. അത്രയും ജംഗ്ഷൻസ് അതിൽ വന്നാൽ മതി കേട്ടോ. കണക്ഷൻ കറക്റ്റ് ആയിരിക്കണം.